ഇന്ന് ക്വാളിഫയർ 1 പഞ്ചാബും RCBയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. പഞ്ചാബിനാണ് ആധിപത്യം കൂടുതലെന്നാണ് ബാക്കിയുള്ള കണക്കുകൾ പറയുന്നത്. പക്ഷേ പ്രോബബിൾ കണക്ക് വെച്ച് പഞ്ചാബിൽ നിന്നും ശ്രേയസ് അയ്യർ ടോപ്പ് ബാറ്റ്സ്മാനായിട്ടും സിമ്രാൻ, പ്രയാൻഷ് ആര്യ, നമൻദീർ, ശശാങ്ക് സിംഗ് ഇവരെല്ലാം കട്ട് ഓഫ് ഫോമിലാണ്. പക്ഷേ ഇവരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മാർക്കോ യാങ്സൺ പോയിട്ടുണ്ട്. മാർക്കോ യാങ്സന് പകരമായിട്ട് ഒമർ സസായാണ് എടുത്തിരിക്കുന്നത്. വലിയ ഗുണമൊന്നുമില്ല. മാർക്കോ യാങ്സന് പകരക്കാരനായിട്ട് വലുതായിട്ട് പറയാൻ പറ്റില്ല. അവർ പ്രോബബിൾ 11 വെച്ചിട്ട് ചെഹലും കൂടെ അകത്ത് വരും എന്നാണ് പറയുന്നത്. പക്ഷേ RCBക്ക് മുൻപന്തി കൊടുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ RCB എവേ മാച്ചുകൾ കംപ്ലീറ്റ് റെക്കോർഡോടെയാണ് വരുന്നത്. ഇപ്പോൾ നടക്കാൻ പോകുന്ന രണ്ടായിരുന്നാലും എവേ തന്നെയായിരുന്നു. മൊഹാലിയല്ല, ഇപ്പോഴത്തെ പഞ്ചാബിൻ്റെ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന കഴിഞ്ഞ മത്സരത്തിൽ RCBയാണ് ജയിച്ചത്. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ മത്സരത്തിൽ RCBക്കാണ് ചാൻസ് കൂടുതലായിട്ട് പറയുന്നത്. കോഹ്ലി നല്ല ഫോമിലാണ്. കോഹ്ലിയും നമ്മുടെ ശ്രേയസ് അയ്യരും തമ്മിലുള്ള ഒരു മത്സരമാണ് കാണാൻ വേണ്ടിയിരുന്നത്. പക്ഷേ ശ്രേയസ് അയ്യറിന് എതിരായിട്ട് കൃണാൽ പാണ്ഡ്യയൊക്കെ ആയിരുന്നാലും ഹേസൽവുഡിനായിരുന്നാലും മുൻപന്തി കൂടുതലാണ്, ആധിപത്യം കൂടുതലാണ്. ചെഹല തിരിച്ച് വരുന്നത് കൊണ്ട് ഒരു മുൻതൂക്കം അവർക്ക് ഉണ്ടെന്നുള്ളൂ. പക്ഷേ RCBക്ക് എവേ റെക്കോർഡോട് കൂടിയാണ് വരുന്നത്. കണക്കുകൾ പ്രകാരം RCBക്ക് 51%, പഞ്ചാബിന് 49% കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ടിം ഡേവിഡിന് പരിക്ക് കാരണം പുറത്തു പോയിരിക്കുക സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സ്വപ്നേൽ സിംഗിനെ ആഡ് ഓൺ ചെയ്തിട്ട് ഒരു ഓൾറൗണ്ടറായിട്ടുള്ള സ്വപ്നേൽ സിംഗിനെ ആഡ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഒമർ സസായി എന്ന് പറയുന്ന ബ്ലെസ്സിങ് ഒമർ സസായിയെയും ഹേസൽവുഡിനെ 2 ഫോറിൻ പ്ലേയേഴ്സിനെ എടുക്കാം. ലിവിങ്സ്റ്റണിനെ പുറത്തിരുത്തിയാൽ. അല്ലാതെ ടിം ഡേവിഡ് അകത്തുണ്ടെങ്കിൽ പഴയ പ്ലേയിങ് 11 തന്നെ ഹേസൽവുഡ് വരുന്നു, ലിവിങ്സ്റ്റൺ പുറത്ത് പോകുന്നു, അത്ര തന്നെ ഉള്ളത്. പക്ഷേ അല്ല, ടിം ഡേവിഡിന് പരിക്കാണെങ്കിൽ അകത്ത് സ്വപ്നേൽ സിംഗിനെ കൂടെ ആഡ് ചെയ്തിരുന്ന ഒരു ഓൾറൗണ്ടറാണ്, ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്, ബോളറുമാണ്. ഒമർ സസായിയെയും ഹേസൽവുഡിനെ 2 ഫാസ്റ്റ് ബോളേഴ്സിനെ ഇറക്കി നമുക്ക് മുൻതൂക്കം കൊണ്ട് കളി ജയിക്കാൻ സാധ്യത കൂടുതലാണ് RCBക്ക്. ഇത് തന്നെയാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കളിയിൽ RCB തന്നെയാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ. പുറത്ത് വരുന്ന കണക്കുകൾ പ്രകാരം 51% RCBക്കും 49% പഞ്ചാബിനുമാണ്. താങ്ക് യു.